നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യാറുണ്ട്, പക്ഷെ പലരും വരാറില്ല. പൊതുജന താല്പര്യമുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു പരിപാടിയിൽ ഫോർ ദ പീപ്പിളിൽ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ പ്രക്ഷേപണം ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ തീവ്രമായ ചില രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ടാവാം. നമുക്ക് രാഷ്ട്രീയം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത്തരത്തിലൊരു നിലപാട് മാധ്യമത്തിന് വേണ്ടാന്ന് കരുതിയാണ്. പക്ഷെ ഇന്ന് പൊതുവായി നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇന്ന് നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നറിയോ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ആരാണ്? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആരാണ് എന്നൊരു ചോദ്യമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താല്പര്യമില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്ത്? കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നുണ, നമ്മൾ കള്ളമെന്ന വാക്ക് ബോധപൂർവ്വം മാറ്റുകയാണ്. ഉദ്ദേശിക്കുന്നത് കള്ളമെന്ന് തന്നെയാണ്, പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഒരു സംസ്കരിക്കപ്പെട്ടൊരു വാക്കെന്നുള്ള നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആര് എന്നൊരു ചോദ്യത്തിലേക്ക് വരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരാണോ, അതോ കച്ചവടക്കാരാണോ, അതോ വക്കീലന്മാരാണോ, അതോ മാധ്യമപ്രവർത്തകരാണോ? അതെ, മാധ്യമപ്രവർത്തകർക്ക് കള്ളം പറയാമല്ലോ, അവരൊരുപാട് കള്ളം ഉണ്ടല്ലോ, ഒരുപാട് പറയുന്നുണ്ടല്ലോ. മാധ്യമപ്രവർത്തകരാണോ? അപ്പം നമ്മൾ ആരെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി? ഉദ്യോഗസ്ഥരാണോ ചോദിച്ചു, കച്ചവടക്കാരോ ആണോ എന്ന് ചോദിച്ചു, വക്കീലന്മാരാണോ എന്ന് ചോദിച്ചു, മാധ്യമപ്രവർത്തകരാണോ എന്ന് ചോദിച്ചു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ചിലരെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരാണോ? അതെ. ഇതിൽ ഉൾപ്പെടാത്തവരാണോ? ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത്, അല്ലെങ്കിൽ കള്ളം പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന, അവർക്ക് കള്ളമല്ലാതെ സത്യം ചിലപ്പോൾ പലപ്പോഴും മറച്ചു വെക്കേണ്ടി വരും. ആ മറച്ചു വെക്കുന്നത് കൂടി നമ്മൾ ഇന്നോടെ പറയുന്നതിൻ്റെ കൂടെ കൂട്ടേണ്ടി വരും. കാരണം അവർ മിണ്ടാതെ നിൽക്കുക, അല്ലെങ്കിൽ അതിന് മറ്റൊരു ആൻസർ പറയുക ഒക്കെ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്? അതോ ഇതിൽ പെടാത്തവരാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം കമൻറ്റുകളായി ഇതിന് താഴെ, അല്ലേ? എന്താണ് അനീഷിന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു സാർ, നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നമ്മളിത് ചെയ്യുന്നത്, നുണ പറയുന്നത്. അതായത് എനിക്ക് എൻ്റെ കഴിവിൽ പൂർണ്ണമായിട്ടും വിശ്വാസം ഇല്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഞാൻ പരാജയപ്പെടാൻ പോവുകയാണ്. ആ പരാജയപ്പെടാൻ പോകുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കണം. എനിക്ക് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന, എൻ്റെ മനസ്സ് ചെയ്യുന്ന ഒരു എസ്കേപ്പിസം അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ് വാസ്തവത്തിൽ ഈ കള്ളം. അത് പല രീതിയിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു. ഇപ്പം സാർ പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരാളിപ്പോൾ അടുത്ത തവണ അയാൾ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഒരു ഉറപ്പില്ലാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അയാൾ ചില നമ്പറുകൾ ഇറക്കുന്നു. അത് ഈ കള്ളങ്ങളെല്ലാം അതിനകത്ത് വരും. ഇപ്പൊ നമ്മൾ പ്രകടന പത്രിക എന്ന് പറയുന്നില്ലേ, പലപ്പോഴും പ്രകടന പത്രിക തന്നെ ഏറ്റവും വലിയ കള്ളമാണ്. ഇനി വേറൊരു വിഭാഗം, അല്ല, എന്തുകൊണ്ടാണ് പ്രകടന പത്രിക ഏറ്റവും വലിയൊരു കള്ളമാണെന്ന് നിങ്ങൾ പറയാൻ കാരണം ഇപ്പൊ ഒരു പ്രകടന പത്രികയിൽ നമ്മൾ കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ട്. ഈ വാഗ്ദാനങ്ങളിൽ എത്ര എണ്ണം നടപ്പിലാക്കിയെന്ന് ചങ്കുറപ്പോടുകൂടി അടുത്ത 5 വർഷം കഴിഞ്ഞ് ജനങ്ങളോട് പറയുന്ന എത്ര പേരുണ്ട്, ഇല്ലേ? വളരെ ന്യായമായ ഒരു ചോദ്യമാണ് അനീഷ് പങ്കുവെച്ചത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പിനും ഒരു പ്രകടന പത്രിക ഓരോ മുന്നണിയും മുന്നോട്ട് വയ്ക്കും, അല്ലേ? പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് വരുന്നതിന് മുമ്പ് ഈ പ്രകടന പത്രികയെക്കുറിച്ച് അവർ മറക്കും. അല്ലെങ്കിൽ ആ പ്രകടന പത്രികയും കയ്യിൽ വെച്ചുകൊണ്ട് വരട്ടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഇതാ ഞങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിൽ ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒന്നാമത്തത് ഇന്നത് ടിക്ക് ചെയ്തിരിക്കുന്നു, നടപ്പിലാക്കി. രണ്ടാമത്തത് ഇന്നത് ഞങ്ങൾ ടിക്ക് ചെയ്തിരിക്കുന്നു, നടപ്പിലാക്കി. മൂന്നാമത്തത് നടപ്പിലാക്കി എന്ന് പറയാൻ ചങ്കുറ്റുള്ള എത്ര മുന്നണികളും എത്ര രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഈ ഒരു കാര്യം കൂടെ ഉണ്ട് സാർ. ഇപ്പോൾ 100 വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ 95 എണ്ണം നടപ്പിലാക്കി, 5 എണ്ണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അത് പറയാം. അത് കുഴപ്പമൊന്നുമില്ല. 5 എണ്ണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും സമ്മതിക്കാം. അതെ, അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോയതിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കാം, അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് നടപ്പിലാക്കും എന്ന് പറയാം, അല്ലേ? അപ്പോൾ മദ്യനിരോധനമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ട് മദ്യഷാപ്പുകൾ അനുവദിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതാണ്, ഒരു മുന്നണിയും കുറ്റപ്പെടുത്തിയതല്ല. അതോടൊപ്പം തന്നെ മദ്യവർജനം നമ്മുടെ മുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത ചില നടപടികൾ പ്രാബല്യത്തിൽ വരാത്തത്, പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടാത്തത്, ഇതിനകത്തെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ചില നുണയുടെ ചില അംശങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നുണ വരുന്നുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ പോകുന്നു, ഒരു അത്യാവശ്യത്തിന് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് പോകുന്നു, അല്ലെങ്കിൽ കരവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് പോകുന്നു. വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ക്ഷമിക്കുക. അതെ.
അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണം, ആ സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ അതൊരു കൈക്കൂലിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു അവർക്ക് താല്പര്യമുള്ള ഒരു റെക്കമെൻഡേഷനോട് കൂടി ഈ കാര്യങ്ങളെല്ലാം സോൾവ് ആവും. അതായത് ഈ പറഞ്ഞ നമുക്ക് നേരത്തെ മുമ്പിൽ ഡിമാൻഡായിട്ട് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു വാഗ്ദാനത്തോടു കൂടി അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ അത് ആ പറയുന്ന വ്യാജം അല്ലെങ്കിൽ ആ പറയുന്ന നുണ, എനിക്ക് ഇന്ന ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ എന്ന് പറയുകയും പിന്നീട് എൻ്റെ മേൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിപ്പോൾ, അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ്, ഞാനൊരു സേവനത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു ഇന്ന വ്യവസ്ഥകളാണ് ഇതിലുള്ളത്, ഇത് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ഞാൻ പോയിട്ട് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങളെ പറയിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ എനിക്കിത് ചെയ്തു തരുന്നു. അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞത് നുണയാണ്. പക്ഷെ നിങ്ങൾ ആ പറഞ്ഞ നുണ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലല്ലോ. അപ്പോൾ തുടക്കത്തിൽ അനീഷ് പറഞ്ഞ് പല നുണകളും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. എല്ലാ നുണകളും അങ്ങനെയല്ല. അപൂർവം ചില നുണകളാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. പ്രോഗ്രസ് കാർഡ്, പിന്നെ 7 വിഷയങ്ങളിൽ 5 വിഷയം തോറ്റ ഒരു കുട്ടി പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനായിട്ട് അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കാൻ പറയുന്നു. ചിലപ്പോഴാ കുട്ടി കൊണ്ടത് മാമനെ കൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടോ ചേട്ടനെ കൊണ്ടോ ഒപ്പിടിച്ചു കൊണ്ട് കൊടുക്കുന്നു. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് ക്ലാസ്സിൽ കയറാൻ അടി കിട്ടുമെന്നുള്ളതാണ്. അത് നിരുപദ്രവമാണ്. വാസ്തുതാനത്തിൽ വലിയൊരു ഉപദ്രവമില്ല. പക്ഷെ പർട്ടിക്കുലറായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക തരത്തിൽ, അല്ലെങ്കിൽ ഞാനെന്നൊരു സേവനം അന്വേഷിച്ച് വരുന്ന ഒരു സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക തരത്തിൽ നുണ പറയുന്നത് വ്യാപകമായിട്ടുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അങ്ങനെ ഒന്ന്. പിന്നീട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്ന് മാധ്യമ പ്രവർത്തകരാണ്. അത് പറയാതെ പോണ ശരിയല്ലോ. ഉറപ്പായിട്ടും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു ബോധപൂർവമാണോ നുണ പറയുന്നത്, അതോ നിലനിൽപ്പിന് വേണ്ടിയാണോ നുണ പറയുന്നത്? അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ചാനൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഈ ഒരു നിലനിൽപ്പുണ്ട്. അതായത് കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും എല്ലാം ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചാനലിൽ ഞാൻ ജോലി ചെയ്യുന്നു, എന്റെ സ്ഥാനം അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാകാം. പക്ഷെ അത് മറ്റൊരാളിന്റെ ജീവിതം വെച്ചാകുമ്പോൾ അത് ഗുരുതരമായ കള്ളമായിട്ട് മാറും, ഇല്ലേ? അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മൾ നിലനിൽപ്പിന് വേണ്ടി ഒരു ചാനൽ കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഒരു ചാനൽ അവതാരകൻ നുണ പറയുന്നു എന്ന് പറയുമ്പോൾ അത് നിലനിൽപ്പിന് വേണ്ടിയാണോ? കുറച്ചൊക്കെയാണ്. അതിനകത്തൊരു ചെറിയൊരു സംശയം എനിക്കുണ്ട്. അതൊരു നിലനിൽപ്പുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പം ഞാനിവിടെ ജോലി ചെയ്യുന്നു, ഞാൻ ചെയ്യേണ്ട ഒരു ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തില്ല, എൻ്റെ മേലുദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ് എനിക്ക് നാളെ ചെയ്താലും മതി എങ്കിലും ഞാൻ പറയാം ഞാൻ ചെയ്തു, ഞാൻ പകുതി ചെയ്തു, ചിലപ്പോൾ ഒട്ടും ചെയ്തിട്ടില്ല, ഞാൻ നാളെ അത് കംപ്ലീറ്റ് ആക്കാം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന ചിലപ്പോൾ ഒരു നിലനിൽപ്പിനായിരിക്കും. പക്ഷേ നമ്മൾ സത്യസന്ധമായി തന്നെ പറയേണ്ടുന്ന ഒരു വാർത്ത, അത് നമ്മൾ തെറ്റായി ജനങ്ങൾ തെറ്റായി സ്വീകരിക്കത്തക്ക തരത്തിൽ നമ്മളിതിനെ പ്രസന്റ് ചെയ്യുന്നത് ബോധപൂർവമായെന്നുള്ള പറച്ചിലാണ്. പലതും അങ്ങനെ തന്നെയാണ് സാർ. ഇപ്പൊ ഈ ഞാൻ നിലനിൽപ്പെന്ന് ഉദ്ദേശിച്ചത് ആ സ്ഥാപനത്തിനകത്തൊരു വ്യക്തിയുടെ നിലനിൽപ്പ് മാത്രമല്ല, സ്ഥാപനത്തിന്റെ ഈ കുറെ ചാനലുകളുടെ ഇടയിൽ ഈ ചാനലിന് മാത്രമായിട്ട് ഉയർന്നു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളം കാണിക്കാറുണ്ട്, ഇല്ലേ? അതായത് ഈ TRP റേറ്റിംഗിൽ എന്റെ ചാനൽ മുമ്പിൽ വരണം, എന്റെ ചാനൽ മുമ്പിൽ വരണമെങ്കിൽ ഞാൻ അല്ലറ ചില്ലറ പൊടിക്കൈകൾ കാണിച്ചേ പറ്റുള്ളൂ. ആ അല്ലറ ചില്ലറ പൊടിക്കൈകൾ പലപ്പോഴും മറ്റൊരാളിന് ദ്രോഹം വരുന്ന തരത്തിലായിരിക്കും. പിന്നീട് അവസാനം മാപ്പ് പറഞ്ഞതും പിന്നീട് അവസാനം മാറ്റി പറഞ്ഞതും നേരത്തെ കൊടുത്ത വാർത്ത തെറ്റാണ്, അതിൽ ഖേദിക്കുന്നു എന്ന് എഡിറ്റർ തന്നെ മുമ്പിൽ വന്ന് പറഞ്ഞതുമൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ. അതൊക്കെ അവർ ബോധപൂർവം ചെയ്ത് തെറ്റായിരുന്നു, അബദ്ധത്തിൽ പറ്റിയതായിരുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ സംശയമാണ്. അബദ്ധത്തിൽ ചിലർക്ക് പറ്റാറുണ്ട്, അതിനാണ് അവർ ക്ഷമ ചോദിക്കുന്നത്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പിശകുകൾ, ചിലപ്പോൾ എണ്ണത്തിലുള്ള പിശകുകൾ, പിന്നെ ഒരാൾ മരണപ്പെടാതെ അന്തരിച്ചു എന്ന് പറഞ്ഞത്, അതൊക്കെ അവർക്ക് കിട്ടുന്ന ചില തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനം. അത് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കണ ഉദ്ദേശത്തോടെ അല്ല, അബദ്ധത്തെ പറ്റിപ്പോകുന്നതാണ്. അതിനെയൊക്കെ നമുക്ക് വീണ്ടും ക്ഷമിക്കാം. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക തരത്തിൽ വാർത്തകൾ കൊടുക്കുക, അതോടൊപ്പം തന്നെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക, തെറ്റായ വിവരങ്ങൾ 100% തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആര്? അതിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ കൂടി അതിനകത്ത് പങ്കെടുക്കണം. ഇനി നമുക്ക് പറയാൻ കഴിയുന്നത് വക്കീലന്മാരെ കുറിച്ചാണ്. അത് പിന്നെ അവിടെ ഈ നമ്മുടെ കോടതി തന്നെ ആ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അതായത് വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടല്ലേ. വാദിഭാഗത്ത് നിന്നുമുള്ള ഒരുപാട് വാദങ്ങൾ മുമ്പിലേക്ക് വരുന്നു, തിരിച്ച് പ്രതിഭാഗത്ത് നിന്നും ഇതേപോലുള്ള വാദങ്ങൾ വരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് മറ്റേയാൾ പറയുന്നു, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പുറത്തൊന്നും പറയുന്നു. അപ്പൊ അതിനെ ഈ ചെയ്തിട്ടില്ല, എന്തായാലും സത്യം ഒന്നേ ഉള്ളൂ, ഒന്നുകിൽ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ചെയ്തില്ല. പക്ഷെ ഇവിടെ രണ്ട് ഭാഗവും അവരുടെ വാദങ്ങളാണ് നിരത്തുന്നത്. ഈ വാദങ്ങളിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അവസാനം
ഇരിക്കുന്ന ജഡ്ജി ഇതെല്ലാം കൃത്യമായ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് അവസാനം കിട്ടുന്നതാണ് സത്യം. അപ്പൊ ഈ താഴെ വീണത് മുഴുവൻ കള്ളമാണ്, ആ കോടതി മുറിയിൽ കേട്ടത് മുഴുവൻ കള്ളമാണ്, അതിൽ നിന്ന് ഒരു കാര്യം മാത്രമായിരിക്കും സത്യം. അതാണല്ലോ നമ്മൾ അവസാനം അന്തിമ വിധിയായിട്ട് പറയുന്നത്. അപ്പൊ ആ കേട്ടത് മുഴുവൻ കള്ളമല്ലേ? വക്കീലന്മാർക്ക് കള്ളം പറയേണ്ടി വരും. അത് നേരത്തെ അനീഷ് പറഞ്ഞ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാണ്, അവരുടെ കരിയറിന്റെ ഭാഗമാണ്, അവർക്ക് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്തായാലും എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, ഏതൊക്കെ ആയിരിക്കും ഇതിനകത്ത് സത്യം അല്ലെങ്കിൽ ഏതൊക്കെ ആയിരിക്കും. പക്ഷേ ജഡ്ജിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഒട്ടുമേ അനുവദനീയമല്ല. ആ സത്യസന്ധമായി തന്നെ പറയണം എന്നാണ് വ്യവസ്ഥ. അത് എന്തായാലും കോടതിയെ നമുക്ക് മാനിച്ചേ പറ്റുള്ളൂ, നമ്മുടെ നിയമങ്ങൾ നമുക്ക് മാനിച്ചേ പറ്റും. പക്ഷേ ആ സിസ്റ്റം അങ്ങനെ. പക്ഷേ പല വക്കീലന്മാരും ബോധപൂർവം തന്നെയാണ് പലപ്പോഴും കള്ളം പറയുന്നത്, അതും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം ആ ഒരു പിന്നെ പ്രതിയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിക്കാനോ വേണ്ടിയുള്ള സംഗതിയാണ് നടക്കുന്നത്. അവിടെ സത്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. പക്ഷെ പൊതുജനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്, നുണ പറയാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്, നുണ മാത്രം പറയുന്നത്, അല്പം മാത്രം സത്യം പറയുന്നത് ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഒരു വലിയ ചോദ്യമാണ്. അതൊരു വലിയ ചോദ്യമാണ്. അത് ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയട്ടെ, എതിരഭിപ്രായം ഒരുപാടുണ്ടാക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരാണ്. അതെ, എൻ്റെ അഭിപ്രായത്തിലും അത് തന്നെയാണ്. പൊതുപ്രവർത്തകരാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ളൊരു മത്സരം വരുമ്പോൾ സ്വാഭാവികവും മറ്റവരെ എഴുത്താൻ വേണ്ടി അല്ലെങ്കിൽ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി അവർ പറയുന്നു എന്ന് പറയുമ്പോൾ അതിനോട് പൂർണ്ണമായിട്ടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇന്ത്യ മാത്രമല്ലല്ലോ ജനാധിപത്യ രാജ്യം, അല്ല, മറ്റു രാജ്യങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് തമ്മിൽ അവരുടെ ആശയങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഒരുപാട് വ്യാജ വർത്തമാനങ്ങൾ, നുണകൾ ഇവരിങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അത് ആരൊക്കെ കേട്ടാൽ വിശ്വസിക്കും എന്ന് അവർക്ക് തിരിച്ചറിയാതെ പോകുന്നതാണോ, അതോ അവർ അത് പറയാൻ അങ്ങ് നിർബന്ധിതരാവുകയും ആ ഒരു ട്രാക്കിലാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒരു ട്രാക്കിൽ എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും എനിക്ക് അതിനെ അനുകൂലിച്ച് തന്നെ ഞാൻ പറയുള്ളൂ, ഞാൻ അല്ലെങ്കിൽ എനിക്കെതിരായ ഒരു രാഷ്ട്രീയ കക്ഷി എന്തു ചെയ്താലും ഞാൻ അതിനെ വിമർശിക്കുകയേ ചെയ്തുള്ളൂ എന്ന ട്രാക്കിലേക്ക് അവർ വീണുപോയതാണോ എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധി അവർ പണയപ്പെടുത്തിയിട്ടാണോ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. അല്ല, എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയുടെ ഒരു അച്ചടക്കം ഉണ്ടാവില്ല, ഏത് പാർട്ടി ആയാലും ആ പാർട്ടിയുടെ അച്ചടക്കത്തിനനുസരിച്ച് മാത്രമേ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാവും. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട്, ഈ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഇവർക്ക് എതിരാളിയെ പ്രതിരോധിച്ചേ പറ്റൂ. അല്ലാതെ അത് പ്രതിരോധിക്കാനായിട്ട് അവർ പറയുന്ന അവരുടെ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വ്യാഖ്യാനങ്ങളും നെറേറ്റീവ്സ്, അവരുടെ വ്യാഖ്യാനങ്ങൾ മറ്റുള്ള സർവത്ര പേരും കേൾക്കുകയല്ലേ. അതെ, അവര് പാർട്ടിക്കാർ മാത്രമല്ലല്ലോ കേൾക്കുന്നത്. അപ്പം മറ്റ് കേൾക്കുന്നവൻ ഞാൻ ഈ പറയുന്ന കള്ളമാണ് എന്നവൻ തിരിച്ചറിയില്ല എന്നാണോ ഞാൻ വിചാരിക്കുന്നത്? അതൊരു വലിയ കുഴപ്പമാണ്. ഞാനൊരു കള്ളം പറയുമ്പോൾ ആ കള്ളം ഇപ്പം നമ്മുടെ സഹപ്രവർത്തകർ, ഇപ്പം നമ്മുടെ ഓഫീസിൽ സഹപ്രവർത്തകരോട് ഞാനൊരു കള്ളം പറയുന്നു, ഒരു 18 പേരുണ്ട്, ഞാനൊരു കള്ളം പറയുകയാണ്. അപ്പം ഞാനൊരു കള്ളം പറയുമ്പോൾ നിങ്ങൾ ഈ 18 പേര് ഞാൻ പറഞ്ഞ കള്ളത്തെ നിങ്ങളങ്ങ് വിശ്വസിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഞാൻ ധരിക്കണം. അവിടെ ഞാൻ മഠയനല്ലേ? ഉറപ്പായിട്ടും ഞാൻ മഠയനാണ്. കാരണം നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ വസ്തുത അറിയാം എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടാവണം. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു സംഗതി പറയാനായിട്ട്. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ സംഗതികളും നമ്മുടെ ആശയത്തിന് ഒത്തു മാത്രമേ നമ്മൾ പൊതിഞ്ഞു പിടിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ പബ്ലിക്കായിട്ട് പൊതുസ്ഥലത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ ഒരു വീട്ടിലോ ഒരു ക്ലാസ് മുറിയിലോ നടക്കുന്നതല്ല പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ പബ്ലിക്കായിട്ട് ഏറ്റവും കൂടുതൽ വ്യാജമായി സംസാരിക്കുന്നത്, അതായത് അവരെല്ലാം കൃത്രിമമായിട്ടാണ് പറയുന്നത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഇവർ തിരിച്ചറിയുന്നുമില്ല. അന്ധമായി അത് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഒരു കാര്യത്തെക്കുറിച്ചും അവരുടെ എതിർ കക്ഷി, അവരുടെ എതിരെ നിന്ന് മത്സരിക്കുന്ന കക്ഷി, അല്ലെങ്കിൽ അവർ എതിർക്കുന്ന മുന്നണി, അവർ ചെയ്ത ഒരു കാര്യത്തെ പോലും നല്ലതാണെന്നുള്ളത് ഇവർ നല്ലതെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു കക്ഷിയും പറഞ്ഞിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെ തന്നെയാണ് അത് കൂടുതൽ. ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കൻ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പരിപാടി തുടങ്ങി, പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 3-4 മാസം എടുക്കും. അതിന്റെ നമ്മളതിനെ പോലെയല്ല, വളരെ സങ്കീർണമായ പ്രക്രിയയിലൂടെയാണ് അമേരിക്കൻ ജനാധിപത്യം കടന്നു പോകുന്നത്. പക്ഷെ അവിടെ വ്യക്തിപരമായ ആക്ഷേപം അല്ലെങ്കിൽ ഒരാൾ ചെയ്ത കാര്യങ്ങൾ മറ്റേയാൾ അതിനെ ചോദ്യം ചെയ്യും, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരാൾ ചെയ്ത പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പാലം പണിഞ്ഞു അല്ലെങ്കിൽ ഒരു റോഡ് പണിഞ്ഞു, ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതാണ്, അങ്ങനെയുള്ളതിനൊന്നും അവിടെ ഒരു വിഷയമല്ല. പക്ഷെ എടുത്ത ചില നയപരമായ തീരുമാനങ്ങൾക്കെതിരെയാണ്
എതിർ സ്ഥാനാർത്ഥി സംസാരിക്കുന്നത്. അതാണല്ലോ വേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഒരാൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ അവകാശം തന്നെ വേറെ പലരും ഏറ്റെടുക്കാറുണ്ട്, ഇല്ലേ? അവർക്കും അറിയാം ഇതിൽ നമുക്ക് യാതൊരു റോളും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നാഷണൽ അല്ലെങ്കിൽ ഒരു പാലം പണിതു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി പണിതു കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത്, അത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടായിരുന്നു എന്ന് അത് പണിയിച്ചവർക്ക് അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ ജനപ്രതിനിധികൾക്കും അറിയാം. എന്നാലും അവർ അവകാശപ്പെടും ഇത് കേന്ദ്രത്തിന്റെ അല്ല, ഇത് ഞങ്ങളുടെ ഇതാണെന്ന് അവകാശം. അത് വിശ്വസിക്കാൻ കുറച്ച് പേരുണ്ട്. അപ്പം ബാക്കിയുള്ളവര് അത് തെറ്റായ അതല്ല ശരിയായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും മറ്റുള്ളവർ ധരിക്കുക എന്ന് പറയുന്നവരൊന്ന് മനസ്സിലാക്കണ്ടേ? അതെ, വേണ്ടേ? ഉറപ്പായിട്ടും. അപ്പൊ അത് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അവർ മൊത്തത്തിൽ സ്വയം അവരിങ്ങനെ ഇത്തരത്തിൽ വ്യാജ സംഗതികൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ മിടുക്കന്മാരായി പോകുമ്പോൾ മറ്റുള്ളവരെല്ലാവരും അംഗീകരിച്ചു കൊടുക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും മൊത്തത്തിൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകരും രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അക്കാര്യം സംശയമില്ല. പക്ഷെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയായാലും അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയായാലും വ്യക്തിപരമായുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടിയായാലും അവർക്ക് ഒരുപാട് നുണകൾ പറയേണ്ടി വരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. അതൊട്ട് മാറാനും പോകുന്നില്ല, നമ്മൾ ഒരിക്കലും മാറും. പക്ഷേ ഒരു കാര്യം മാത്രം ഓർപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു ചെറിയ പരിപാടിയിലൂടെ നമ്മുടെ ഒരു ചെറിയ മാധ്യമത്തിൽ പറഞ്ഞത്. കാരണം ഈ പറയുന്നതൊക്കെ വ്യാജമാണെന്നും ഇതൊന്നും ശരിയല്ലെന്നും തിരിച്ചറിയുന്ന ഒരു സമൂഹം നമ്മുടെ ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ആരും മണ്ടന്മാരല്ല. അല്ല, അത് ഈ പറയുന്നവർ മറന്നു പോകരുത്. നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. നിങ്ങളീ പറഞ്ഞത് കള്ളമാണ്, യഥാർത്ഥത്തിൽ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല, ഇതിൻ്റെ സത്യം ഇതല്ല, താങ്കൾ പറയുന്നത് കള്ളമാണ്, താങ്കൾ സ്റ്റേജ് എന്ന് പറയുന്നത് കള്ളമാണ്, പക്ഷെ ഞങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് കള്ളമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാം എന്നൊരു വസ്തുത, ആ ഒരു വസ്തുതയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്നറിയോ? ഈ പലപ്പോഴും നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം പോലെ ഈ പണ്ട് സ്ഥാനാർത്ഥി സാറാ മഞ്ഞ സിനിമയുണ്ട്, അതിനകത്ത് അടൂർ ബാസിയുടെ ഒരു പാട്ടുണ്ട്. അതിൽ കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഫോർ ദ പീപ്പിളിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. ആ സ്ഥാനാർത്ഥി സാറാമേല ആ വാഗ്ദാനങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, തോട്ടുംകര